السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله. മൊബൈൽ ആൻഡ് മാൻ എന്നുള്ള എൻ്റെ ഒരു ടെക്നിക്കൽ ടോക്സിൻ്റെ ഒരു ടൈറ്റിലാണ്. അതായത് നാം ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ, അതും പ്രപഞ്ചത്തിലൊരു സ്മാർട്ട് ബീയിങ്ങും, അതായത് മനുഷ്യനും തമ്മിലുള്ളൊരു ചിലൊരു റിലേഷൻസ്. കാരണം നമ്മൾ തൊട്ട മുമ്പിലുള്ള മൊബൈലിലുള്ള കാര്യം നമുക്കറിയാം. അത് മനുഷ്യനിലേക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എക്സാമ്പിളായിട്ടാണ്, ഉദാഹരണത്തിൻ്റെ സ്ഥാനത്തായിട്ട് കണ്ടാൽ മതി. ഞാൻ പറയാൻ പോകുന്നത് GPS-ഉം മാപ്സും. എന്താണ് GPS? GPS എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിന് ഏതാനും സാറ്റലൈറ്റുകളുണ്ട്. അതായത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അത് മൊബൈലിൽ ആ സാറ്റലൈറ്റ് ഇതിനെ ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഹാർഡ്വെയർ ഉണ്ട്. ആ ഒരു ലൊക്കേഷൻ നമ്മൾ ഓണാക്കിയാൽ അത് ഓണാവും. അത് സാറ്റലൈറ്റുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അതായത് ഇൻ്റർനെറ്റോ സിമ്മോ ഒന്നും ഇല്ലാതെ തന്നെ ലൊക്കേഷൻ്റെ ആ ഒരു ഫങ്ഷനാലിറ്റി കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഓഫ്ലൈൻ മാപ്സ്, പിന്നെ ഗൂഗിൾ മാപ്സിങ് ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരുപാട് ഓഫ്ലൈൻ മാപ്സുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഇൻ്റർനെറ്റോ സിമ്മോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുന്നതാണെങ്കിൽ അതിങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ഗൈഡ് ചെയ്ത് തരും. ഇത് ഡയറക്റ്റ്ലി അതുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് വേറൊരു ഒന്നിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇതാണ്. ഇനി മനുഷ്യനിലേക്ക് വരുവാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംവിധാനം എല്ലാ മനുഷ്യരിലും, ഈ ഒരു ഹാർഡ്വെയർ, ഈ ഒരു സംവിധാനം മനുഷ്യൻ്റെ GPS ഇവിടെ എൻ്റെ എക്സാമ്പിൾ വരുന്ന ഗോഡ്സ് പൊസിഷനിങ് സിസ്റ്റം, പടച്ചവൻ്റെ ഒരു നമ്മളുടെ ആ ഗൈഡൻസ് മെക്കാനിസം എങ്ങനെയെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഹാർഡ്വെയർ ഹൃദയത്തിൻ്റെ അകത്ത് തന്നെയാണ്. എല്ലാ മനുഷ്യരും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിത്രത്തിൽ ഈ ഒരു സംഗതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. എല്ലാ മനുഷ്യർക്കും വഹദൈനാഹുൻ നജിദൈൻ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. അല്ലാഹു സുബ്ഹാനഹു എല്ലാ മനുഷ്യർക്കും എന്താണ് ഈ ഒരു സംഗതി വെച്ചിട്ടുണ്ട്. ഇനി റബ്ബിലേക്ക് എത്താനുള്ള റോഡ് മാപ്സുകളാണ് ആകാശത്തു നിന്നുള്ള നബിമാരിലൂടെ അവതീർണമായ ഗ്രന്ഥങ്ങളും പിന്നെ വഹീൻ്റെ ഇൽമുകളും, പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥങ്ങൾ. അതിൻ്റെ ഒക്കെ ഫങ്ഷനാലിറ്റി ആ ഒരു ഹിദായത്ത്, ഗൈഡൻസ് ആയിരുന്നു. വഅൻസൽന തൗറാത്ത വൽ ഇൻജീൽ മിൻ ഖബ്ലു ഹുദൽ ലിന്നാസ് വഅൻസൽന അൽ ഫുർഖാൻ. എല്ലാം ഹുദൽ ലിന്നാസാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ. അപ്പോൾ അതിലൊക്കെ എന്താണ് ഒരു ഗൈഡൻസാണത്. അതായത് ഇത് റബ്ബിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായിട്ട് അവർക്കുള്ള എന്താണ്, ഇതാണ് ഒരു ഉത്ബോധനമാണ്. ഖുർആനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി സബീല. അപ്പോൾ ഇവിടെ ഗൈഡൻസിൻ്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായും എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് രീതിയിലുള്ളൊരു കണക്ഷൻ. ഇത് ഒരു സംഗതി ഇല്ലാതെ തന്നെ മനുഷ്യ ഹൃദയങ്ങൾ ഫിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശരിയും തെറ്റും വേർതിരിക്കാനുള്ള ഒരു ഫങ്ഷനാലിറ്റി അകത്തുണ്ട്. പിന്നെ മാപ്പ് അവനിക്കെന്താണ് വളരെ ക്ലിയറായിട്ടുള്ള വ്യക്തമായൊരു വഴിയാണത്. അതിന് നിങ്ങൾക്ക് ആ സിറാത്ത് എന്തെന്നുള്ള വ്യക്തമാക്കി തരുന്നു ആ ഒരു. ഇനി ആ ഗൂഗിൾ മാപ്സ് നിങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 രീതിയിൽ അതിന് വഴികളെ തരംതിരിക്കാം. ഒന്ന്, ഇപ്പം ഞാനിവിടുന്ന് മക്ക മുക്കറമയാണ് ഡെസ്റ്റിനേഷൻ, മസ്ജിദുൽ ഹറാം ലക്ഷ്യമാക്കിയിട്ട് ഗൂഗിൾ മാപ്സിലിടുകയാണെങ്കിൽ, ഒന്ന് ജിദ്ദ മക്ക പ്രധാനമായിട്ടുള്ളൊരു ഹൈവേ ഉണ്ട്, മെയിൻ ഹൈവേ. അത് വിശാലമാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന. അതിൽ പ്രവേശിച്ച പിന്നെ സ്ട്രെയിറ്റ് നിങ്ങൾക്ക് ഹറമാണ്, മസ്ജിദുൽ ഹറാമാണ്. ഇനി ആ ഹൈവേയിലേക്ക് എത്താൻ 3-4 റോഡുകൾ കാണും. പിന്നെയുള്ള ഒരു വഴി ആ യാത്രക്കാരൻ്റെ മുമ്പിലുള്ള എൻ്റെ ഗൂഗിൾ മാപ്സ് തൊട്ട ഒരു സ്റ്റെപ്പോടുകൂടി എന്താണ്, ഞാൻ സബീലി മക്കയുടെ എൻ്റെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിന് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന 3 വാക്കുകൾ, പ്രധാനമായ ഹൈവേക്കൊരു വാക്കാണ്, ആ ഇടവഴിക്കൊരു വാക്കാണ്, യാത്രക്കാരൻ്റെ കണ്ണടയിലുള്ളൊരു വാക്കിന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് സിറാത്ത് എന്നുള്ളതാണ്, ആ മെയിൻ ഹൈവേ. രണ്ടാമത് തരീഖ് എന്നുള്ളതാണ്.
സിറാത്ത് എന്നുള്ള വാക്കിന് പ്ലൂരലില്ല, അതായത് ജംഇല്ല, ബഹുവചനമില്ല, ഒറ്റൊന്നാണ്. രണ്ടാമതൊന്നില്ലാത്ത രീതിയിലുള്ള ഒരേറ്റ വഴിയാണത്. അത് വിശാലമാണ്, എല്ലാവരും ഉൾക്കൊള്ളും, എല്ലാവരും വിഴുങ്ങും എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അതിലേക്ക് മാത്രം എത്താനുള്ളതാണ്. ത്വരീഖ എന്ന് പറഞ്ഞാൽ അതിന് തറായിഖ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്ത് ജിന്നിൻ്റെ 2-ാമത്തെ പേജിൽ വഅല്ലൗ ഇസ്തഖാമു അല ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ, അതേ 3-4 ആയത്ത് കഴിഞ്ഞാൽ കുന്ന തറായിഖ ഖിദദാൻ, ജിന്നുകൾ പറയുന്നതാണ് അവിടെ. അപ്പോൾ ത്വരീഖ് 3-4 റോഡുകളുള്ളതും പിന്നെ യാത്രക്കാരന് മുമ്പിൽ തൊട്ട മുമ്പിൽ എന്താണ് അവിടെ എത്താനുള്ള സബീലുകൾ, മാർഗങ്ങൾ, മീൻസ്, അതൊക്കെ എന്താണ് പിന്നെയും കുറച്ചും കൂടി വൈഡായി. ഖുർആൻ ഷരീഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സബീലാണ്. കാരണം അവിടെ എത്താനുള്ള പ്രയത്നം, യാത്രക്കാരൻ്റെ പരിശ്രമ യാത്ര, ആ മൈതാനമൊക്കെ എന്താണ് അവൻ്റെ ആ സബീലാണത്. അതിന് സുബുൽ എന്നുള്ള വാക്കുണ്ട്, സുബുൽ. ഇനി നാട്ടിൽ നിന്നുള്ള എക്സാമ്പിൾ എടുത്താൽ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് കാസർഗോഡ് നിന്ന് കോഴിക്കോടേക്ക് പോകാൻ ആ മെയിൻ NH ഒറ്റൊന്നേ ഉള്ളൂ. അതിനേക്കാളും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കാസർഗോഡ് സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോടേക്ക് പോകാൻ റെയിൽവേ ട്രാക്ക് ഒറ്റന്നാണ്. ആ ഒരു റെയിൽവേ ട്രാക്കാണ് അസ്സിറാത്ത്, രണ്ടാമതൊന്നില്ല. സിറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപിലേക്ക് ഒരു പാലം മാത്രമേ ഉള്ളൂ കണക്ട് ചെയ്യാൻ, അങ്ങോട്ടെത്താൻ. അതാണ് അസ്സിറാത്ത്. രണ്ടാമതൊരു വഴി അതിലില്ല. അതിന് പ്ലൂരലില്ല, ജംഇല്ല. അസ്സിറാത്ത് അൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ളത്, നേരായത്, ചൊവ്വായത്, വളവില്ലാത്തത്, വളരെ വ്യക്തമായ വഴിയാണത്. ആഖിറത്തിൽ സിറാത്ത് പാലം അത് തന്നെയാണ്. സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരേ ഒരു പാലം, അത് നരകത്തിന് മുകളിലുള്ള പാലമാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ. അപ്പോൾ സിറാത്ത് ആ റെയിൽവേ ട്രാക്ക്, ത്വരീഖ് ആ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ എത്താൻ നിങ്ങൾക്ക് എല്ലായിടത്തും 3-4 വഴികൾ കാണും. ത്വരീഖ് എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരൊക്കെ നടന്നു പോയി പുല്ലൊന്നും മുളക്കാത്ത അതുണ്ടല്ലോ, ആ രീതിയിലുള്ള, അതായത് അറിവുള്ളവർ നടന്നു പോയി അവിടെ എത്തിയത്. നാട്ടിലൊക്കെ സാധാരണ ആദ്യം അതിലൂടെ ജനങ്ങൾ അറിവുള്ള ഒരാൾ നടന്നു പോയി പ്രധാനമായ ഹൈവേയിലേക്ക് എത്തി, പിന്നെ പിറകെ വരുന്നവരവരെ ഫോളോ ചെയ്തു, പിന്നെ അവിടെ പുല്ലൊന്നും മുളക്കില്ല. അതേ വഴിയിലാണ് പിന്നെ കാളവണ്ടി പോയത്, കുതിരവണ്ടി വന്നു, റിക്ഷകൾ പോയി, പിന്നെ താറിട്ടു, പിന്നെ റോഡായി മാറി. ഇതാണ് ത്വരീഖ്. അതിന് തറായിഖ് എന്നുള്ളതാണ് അതിൻ്റെ ജംഅ് ഖുർആൻ ഉപയോഗിക്കുന്നത്. ഡിക്ഷണറിയിൽ തുറുഖ് എന്നും കാണും. ഇനി സബീൽ പ്യൂർലി യാത്രക്കാരൻ്റെ കണ്ണടയിലൂടെ കാണും. യാത്രക്കാരന്, കാരണം സബീൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനിലേക്കും ഓരോ സംഘങ്ങളിലേക്കൊക്കെ ചേർക്കുന്നുണ്ട്. അവരുടെ സബീൽ, ഇവൻ്റെ സബീൽ, ഇന്ന റബ്ബക ഹുവ അഅലമു മൻ ضل അൻ സബീലിഹി. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേത്. ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് വിദ്യാനഗർ എന്നുള്ളൊരു സ്ഥലത്തു നിന്ന് എനിക്ക് കോഴിക്കോട് പോകണം. ഞാൻ ഗൂഗിൾ മാപ്സിൽ ഇട്ടാൽ ഇമ്മീഡിയറ്റ്ലി എൻ്റെ തൊട്ട മുമ്പ് എൻ്റെ ഒരു സ്റ്റെപ്പ് വെക്കുന്നതോടുകൂടി ഞാൻ സബീൽ കോഴിക്കോട് സ്റ്റാർട്ടായി. ഞാൻ ഇവിടുന്ന് മസ്ജിദുൽ ഹറാമാണെങ്കിൽ സബീലി മക്ക അല്ലെ സബീൽ അൽ ഹറം എൻ്റെ തൊട്ട മുമ്പ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അടുത്ത എൻ്റെ സബീലുകളാണെന്ത്, എൻ്റെ ഒരു മീൻസ്, ആ ഒരു സ്കൂട്ടറിൽ പോകണോ, നടന്നു പോകണോ, ബസ്സിൽ പോകണോ, വാഹനത്തിൽ പോകണോ, വ്യത്യസ്ത മീൻസ് വ്യത്യസ്ത രീതിയിലുണ്ട്. ഖുർആൻ ഷരീഫിൽ യാത്രക്കാരന് ഒരു വഴിപോക്കൻ എന്നുള്ളതിൽ പറയുന്നത് ഇബ്നു സബീൽ എന്നാണ്. അവിടെ ഉദ്ദേശിക്കുന്ന യാത്രയിൽ സാമ്പത്തികമായി ആവശ്യങ്ങൾ നേരിടുന്ന വ്യക്തി എന്നുള്ളതാണ്. അതായത് സക്കാത്തിന് അർഹതപ്പെട്ട ഒരു വ്യക്തി ഇബ്നു സബീലാണ്. അപ്പോൾ ഇവിടെ വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ആ സിറാത്ത് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് ആ സിറാത്തിൽ? ലോക മുസ്ലിമീങ്ങളെല്ലാം നമ്മൾ ദുആ ചെയ്യുന്നത് എന്താണ്? 5 വക്തിൽ 17 പ്രാവശ്യം മിനിമം നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണ്? നിസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ ചേർക്കണമേ, നേരായ വഴിയിൽ നീ നയിക്കണമേ എന്നുള്ളതാണ്. ആ റെയിൽവേ ട്രാക്ക് ആരാണ് സ്ഥാപിച്ചത്? അതാരോ ജനങ്ങൾ നടന്നു പോയിട്ട് ഒന്നുണ്ടായി, അത് ഗവൺമെൻറ്റിനാൽ സ്ഥാപിതമായതാണ്. അത് പാളം ഇട്ടതാണ്. അവിടെ വിശാലമായ ഹൈവേകൾ സ്ഥാപിക്കപ്പെട്ടതാണ്. അതുപോലെ സിറാത്ത് അള്ളാഹുവിൻ്റെ ആണ്, അതാരിലേക്കും ലിങ്ക് ചെയ്യുന്നില്ല. സിറാത്തില്ല അല്ല, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആണ്. വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ സിറാത്തില്ല അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്
അലാ ഇലല്ലാഹി തസീറുൽ ഉമൂർ. സദഖല്ലാഹുൽ അദീം. അപ്പോൾ സിറാത്ത് അതിലാരാണ് പോയത്? അതിലേക്ക് ഞങ്ങളെ ചേർക്കണമെന്ന്. അത് ആരുടെ മാർഗമാണ്? ആരൊക്കെയാണ് അതിൽ നടന്നത്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്തവരുടെ വഴിയാണത്. നീ അനുഗ്രഹിക്കുകയും നീ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും നിൻ്റെ ആൾക്കാരായിട്ട് നീ സ്വീകരിക്കുകയും ചെയ്തവർ അവരാരാണ്? നബിമാർ, സിദ്ദീഖുകൾ, ഷുഹദാ, സാലിഹീങ്ങൾ. അൻഅംത അലൈഹിം വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവരുടെ സിഫത്ത് എന്തായിരുന്നു? അവരുടെ ക്വാളിറ്റീസ് എന്തായിരുന്നു? അവരെങ്ങനെയുള്ളവരായിരുന്നു? എന്തായിരുന്നു അവരിലുണ്ടായിരുന്ന ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫ് ഉടനീളം പറഞ്ഞു തരുന്നത്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹ് വമിൻ ദുർരിയ്യതി ഇബ്രാഹീമ വഇസ്രാഈല വമിമ്മൻ ഹദൈനാ വജ്തബൈനാ ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ ഖറൂ സുജ്ജദൻ വബുക്കിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാം അവസാനം വരുന്ന ആളെയും ആ സിറാത്തിൽ നടന്നവരെ സുജൂദ് കൊണ്ട് ലിങ്ക് ചെയ്തു. ആ സുജൂദ്, നിസ്കാരം, അതൊക്കെ ആ സിറാത്തിലുള്ളതാണ്. അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എല്ലാവരും എന്താണ്? അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, അതൊറ്റൊന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കയറ്റിയതാണ്. ആ ഒരു പാളത്തിൽ, ആ ഒരു ട്രാക്കിൽ നടന്നവർ ഒന്നും സ്വന്തമായിട്ട് ആ ട്രെയിനിൽ കയറിയവരെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കയറ്റിയതാണ്. അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് അവൻ കയറ്റിയതാണത്. അതുകൊണ്ട് തന്നെ നമ്മളെ ചോദ്യം, പഠിച്ചവനെ നീ ഞങ്ങളെയും നിൻ്റെ കരുണ കൊണ്ട് ഞങ്ങളെ അവരൊന്നിച്ച് നീ ചേർക്കണമെന്നുള്ളതാണ്. കാരണം ഈ ട്രെയിൻ അവസാന ബോഗി ലാസ്റ്റ് ഒരാൾ തൂങ്ങിപ്പിടിച്ചിട്ടാണെങ്കിലും ശരി, ഇന്നല്ലേ നാളെ അവിടെ എത്തും. ആ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ. കാരണം ഈ ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സാബിഖൂനൽ അവ്വലൂന് അവർ ഇതിൽ പോയവരുണ്ട്, ലാസ്റ്റ് വന്നവരുണ്ട്, ഏറ്റവും ലാസ്റ്റ് വന്നവരുണ്ട്, ഒന്നും ഇല്ലാത്തവരുണ്ട്. പക്ഷെ ആ ഒരു വഴിയാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി ആ സിറാത്താണ്. ത്വരീഖ് ഗൂഗിൾ മാപ്സ് നിങ്ങൾ സാധാരണ മക്ക മുക്കറം ഇട്ടാൽ എനിക്കിവിടുന്ന് ഒരു 85-90 കിലോമീറ്റർ കാണിക്കും. അതിൽ മെയിൻ ഹൈവേയിലേക്ക് എത്താൻ 3-4 റോഡുകൾ കാണിക്കും. സിത്തീനുണ്ട്, മദീന റോഡുണ്ട്, സബഈനുണ്ട്, എക്സ്പ്രസ് ഉണ്ട്. ഇങ്ങനെ 3-4 അതിലേക്ക് ലിങ്ക് ചെയ്യുന്ന റോഡുകളാണ്. അപ്പോൾ ഗൂഗിൾ മാപ്സ് സാധാരണ ചെയ്യുക, നമ്മൾ റീറൂട്ട് ചെയ്യും. അതും ശരി ഇതും ശരി, മനസ്സിലായില്ലേ? നിങ്ങൾ ഇതിൽ പോയാലും അതിൽ പോയാൽ ഓക്കെയാണ്. ചിലപ്പോൾ പറഞ്ഞു തരും ഇവിടെയാണ്, ഇതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറയും. ദർ ഈസ് എ ബെറ്റർ റൂട്ട്, സ്റ്റിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നുള്ള ഫാസ്റ്റസ്റ്റ് റൂട്ട് എന്നൊക്കെ ഗൂഗിൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഗൂഗിൾ മാപ്സ് ഒരു ഗൈഡൻസ് ആണല്ലോ. സിറാത്ത്, ആ മെയിൻ ഹൈവേ ഞാൻ ഓപ്പോസിറ്റാണെന്ന് പോകണമെങ്കിൽ മേക്ക് എ യു ടേൺ പറഞ്ഞുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആൻ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇല്ലാമൻ താബ എന്ന് കാണുന്നതിൻ്റെ തൊട്ട മുമ്പ് നിങ്ങൾ നോക്കി നോക്ക്. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സാലിഹ. മുമ്പിൽ താഴത്തതാണ് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. ഏറ്റവും വലിയ തെറ്റാണത്, ഷിർക്ക്. വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. കൊല വലിയ തെറ്റാണ്, ഹൈവേയിൽ ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണത്. വലാ യസ്നൂൻ, സിന. വമൻ യഫ്അൽ ദാലിക യൽഖ അഥാമ. പല സ്ഥലത്തും നിങ്ങൾ നോക്കിയൊക്കെ ഇല്ലാമൻ താബ എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ ഹൈവേയിൽ പാടില്ലാത്തത്, ആ ഹൈവേയിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഇതുണ്ട്. നേരെ മറിച്ച് ഇതും ശരി അതും ശരി, ഇങ്ങനത്തെ വിഷയങ്ങളാണ് മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ ഭിന്നതകളൊക്കെ. മാ ദഹബ, അവർ സ്വീകരിച്ച വഴി, അവരുടെ ഒരു തെരീഖയാണത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ വിഷയത്തിൽ. ഇവിടെ എന്താണ് ലക്ഷ്യം? ഈ റോഡ് മാപ്പിൻ്റെ ലക്ഷ്യം എന്താണ്? ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി സബീല. ഈ ഖുർആൻ എന്ന് പറയുമ്പോൾ മറ്റെല്ലാ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ ഹിദായത്താണ് എൻ്റെ ലക്ഷ്യം. പിന്നെ നിങ്ങൾക്കറിയാം ഗൂഗിൾ മാപ്സ് വന്നതോടുകൂടി പഴയ മാപ്സൊക്കെ ഔട്ട്ഡേറ്റഡായി, അതിന് ഇറലവൻ്റായി. അതേപോലെയാണ് മുസ്ലിമുകളോട് വിശ്വസിക്കുന്ന ഖുർആൻ ഇറങ്ങിയതോടുകൂടി മറ്റത് തെറ്റായി എന്നല്ല, അതിലുള്ളൊക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ്. ഇത് മതിയായതാണ്. ഇത് നിങ്ങൾക്ക് മുമ്പുള്ളത് കാണിച്ചു തരും. നിങ്ങളെ ഗൈബുകൾ അറിയിക്കുന്നല്ല, ഭാവി പ്രവചനക്കാരനാക്കുന്നല്ല. ഇത് നിങ്ങളെ സ്വർഗം വരെ എത്തിക്കുന്ന നിങ്ങൾക്ക് എന്താണ്? ഏത് വഴിയിൽ പോയാൽ റോഡ് ബ്ലോക്കാകും. റെഡ് ഗൂഗിൾ മാപ്സ് നിങ്ങൾക്ക് റെഡ് കാണിച്ചു തരും, ട്രാഫിക് ബ്ലോക്ക് ഉള്ളത്. ഒരാൾ ഹറാമായ വഴിയിലാണ് പോകുന്നതെങ്കിൽ
വ്യക്തമായി സിറാത്തിൽ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഒരാൾ നയിക്കുന്നതെങ്കിൽ ഇതവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള എന്താണ് ഒരു ഖുർആൻ അറിയുന്ന ഏതൊരു മുസ്ലിമിനും അറിയാം. എവിടെയെങ്കിലും പോയിട്ട് അവൻ ബ്ലോക്കാവും. അങ്ങോട്ടുള്ള അല്ലത് യൂട്ടേൺ എടുക്കാതെ വഴിയില്ല എന്നുള്ളത് ഉണ്ട്. നേരെ റീറൂട്ടിങ് വിഷയങ്ങളാണ് പറയുന്നത്. അവിടെയാണ് മദ്ഹബ് വരുന്നത്. അതുമാകാം ഇതുമാകാം. ഇന്ന് ചെറുപ്പക്കാർക്കൊക്കെ പല കൺഫ്യൂഷൻ. അതിങ്ങനെ രണ്ടെണ്ണം ശരി, രണ്ടും ശരിയുള്ളത് മിക്കവാറും അങ്ങനത്തെ വിഷയങ്ങളിൽ മാത്രമാണ്. അവിടെ നമ്മൾ ഇമാമിങ്ങളുടെ ഒരു തരീഖ നമ്മൾ സ്വീകരിക്കുന്നു. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എന്താണ് ഒരു ബേർഡ് വ്യൂ കൊടുത്തവരാണ്. മുജ്തഹിദീങ്ങൾ എന്ന് പറയും. സിറാത്തും തരീഖയും സബീലും ഇതൊക്കെ കാണുന്ന ഒരു സാറ്റലൈറ്റ് വ്യൂ അല്ലെങ്കിൽ ഒരു ബേർഡ് വ്യൂ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉമ്മത്തിൽ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു കൊടുത്തിട്ടില്ല. അങ്ങനത്തെവരാണ് ഈ തരീഖകൾ സ്ഥാപിച്ചത്, മദ്ഹബുകൾ, മാദഹബ. പിന്നെ അതിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് വർഷമായിട്ട് പിന്നെ ഇങ്ങനെ നടന്നു പോകുന്നു. കാരണം സാധാരണക്കാർക്ക് അത് എളുപ്പമാണ്. അവരുടെ ആ ഒരു അഭിപ്രായം സ്വീകരിച്ചാൽ മതി ആ വിഷയത്തിൽ. ഉദാഹരണത്തിന് ഞാൻ വീട്ടുകാരോട് പറയുന്നു എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന്. ഉടനെ എൻ്റെ ഒരു കൽപ്പന അവർ സ്വീകരിക്കുന്നത് അതിലെങ്ങനെ എന്നെ ഏറ്റവും തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഒരാളെനിക്ക് വെള്ളം കൊണ്ടുവന്നു, ഒരാളെനിക്ക് ചൂടുവെള്ളം കൊണ്ടുവന്നു, ഒരാൾ ചായ കൊണ്ടുവന്നു, ഒരാൾ ജ്യൂസ് കൊണ്ടുവന്നു. കാരണം എല്ലാവരുടെ ഉദ്ദേശം എന്താണ്? എൻ്റെ തൃപ്തി മാക്സിമം നേടുക എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ ഏതെങ്കിലും ഹറാമായ ഡ്രിങ്ക് കൊണ്ടുവരില്ല. കാരണം അതെനിക്ക് ഇഷ്ടമില്ല എന്ന് അണ്ടർസ്റ്റുഡാണ്. ഇതേപോലെയാണ് ഇമാമിയങ്ങൾ. അതും ഇനി ഞാൻ പറയുന്നത് എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ രണ്ട് വന്നു, തണുത്ത വേണോ ചൂട് വേണോ എന്നുള്ളതായി രണ്ട് ഓപ്ഷൻ വന്നില്ലേ. അപ്പോൾ മുഴുവൻ ഇമാമിയങ്ങളുടെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ എല്ലാവരുടെ ലക്ഷ്യം എന്താണ്? ഇലാഹി അന്ത മഖ്സൂദി വരിദാക മത്ലൂബി. സിമ്പിളാണ്. ലക്ഷ്യം അല്ലാഹ്, അവനാണ്, അവൻ്റെ തൃപ്തിയാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്താണ് നിയ്യത്ത് വെക്കുന്നത്? ഉസല്ലി സ്വലാത്തുൽ ഫജ്രി റകഅത്തൈനി മഅൽ ഇമാമി മുതവജ്ജിഹൻ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. എല്ലാത്തിനും എന്താണ്? ലില്ലാഹി തആല. നോമ്പ് വെക്കുമ്പോൾ ലില്ലാഹി തആല. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗം കിട്ടാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒന്നും നമ്മൾ നിയ്യത്തിൽ പറയുന്നില്ല. അള്ളാഹ് അവൻ്റെ തൃപ്തിയാണ്. അപ്പോൾ അള്ളാഹു അവൻ്റെ റസൂലിനും തൃപ്തിയാണ് സഹാബാക്കൾ അവരന്വേഷിച്ചത്. ഒരു അമൽ, ഒരു ഇങ്ങനത്തെ വിഷയങ്ങളിൽ ആ ഒരു തരീഖയാണ് ഇമാമിങ്ങൾ ഫോളോ ചെയ്തത്. അതാണ് പിന്നെ ഇജ്മാ എന്ന് പറയുന്നത്. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇജ്മാഇന് ദലീലായിട്ട് ഓതിയ ആയത്ത് സൂറത്ത് നിസായിലെ ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അതായത് മുഅ്മിനീങ്ങളൊരു സബീലാണിത് എന്ന് പറഞ്ഞാൽ ഈ ഒരു തരീഖ ഫിഖിൻ്റെ വിഷയത്തിൽ മൽ ഇസ്ലാമിലുണ്ടത്, മൽ ഈമാനിൽ അഖീദയുടെ വിഷയത്തിലുണ്ട്, മൽ ഇഹ്സാൻ തസ്കിയത്തിൻ്റെയും ഇതിൻ്റെ ഭാഗത്തും എല്ലാം എന്താണ് തരീഖകളുണ്ട്. തരീഖ ആ സിറാത്തിലേക്ക് നിങ്ങൾ എത്തിക്കും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സബീലുകൾ, അവൻ്റെ പ്രയത്നങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ എൻ്റെ വഴി. ഞാനിപ്പോൾ ഇവിടുന്ന് മക്കയിലേക്കുള്ള സബീൽ എൻ്റെ ഇമ്മീഡിയറ്റ്ലി എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാനത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ റോഡുകൾ ഇവിടെ അറിവുള്ളവരുടെ സ്ഥാപിച്ചിട്ടുണ്ട്, അതിലൂടെ നടന്നാൽ മതി. ഞാൻ ഇതല്ല ശരി, അതല്ല ശരി, ഇത് ശരിയെന്ന് തർക്കിക്കുന്ന കാലം കൊണ്ട് പിന്നെ അവിടെ ബ്ലോക്കായി. ബനൂ ഇസ്രായേലിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, 40 സനതൻ യതീഹൂന ഫിൽ അർദ്. 40 വർഷക്കാലം അവർ സീനായ് താഴ്വരയിൽ, സീനായ് മരുഭൂമിയിൽ ഇങ്ങനെ ചുറ്റി, എങ്ങോട്ട് പോകണമെന്നുള്ള വഴി അറിയാതെ ആ ത്വരീഖ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചുറ്റിച്ചു എന്നുള്ളതാണ്. അതുപോലെ മദ്ഹബിൻ്റെ വിഷയങ്ങൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ കൈ എവിടെ കെട്ടണം, ഇതാണ് നമ്മളെ തർക്ക വിഷയങ്ങളെങ്കിൽ 40 അല്ല 400 കൊല്ലം കഴിഞ്ഞാലും നമ്മളവിടെ തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ ഇമാമിങ്ങൾ അത് ക്ലിയറായി കഴിഞ്ഞു, പറഞ്ഞു തന്നു ഏതെല്ലാം ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തരീഖയെ ഒരു സമയത്ത് എടുക്കാൻ പറ്റും. അതും ഇതും ഒരിക്കലും തരീഖകൾ മിക്സ് ആകുന്നില്ല. നിങ്ങൾ അത് ദുനിയവിയായതായിക്കോട്ടെ, ഒരു ഇംഗ്ലീഷ് മരുന്നും ആയുർവേദിയും രണ്ട് ഒരു ചികിത്സയുടെ തരീഖകളാണ്. ഇനി യുനാനി വേറൊന്നാണ്, ഇനി CBSE കേരള രണ്ടും മിക്സാക്കില്ല. ഇനി ഖിറാഅത്തിൽ തന്നെ വ്യത്യസ്ത 7 ഖിറാഅത്തുണ്ട്. നമ്മളൊന്ന് ഹഫ്സ് ബിൻ ആസിമുണ്ട്, കാനൂനുണ്ട്, വർഷുണ്ട്. ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഉലമാക്കൾ പറയുന്നത്. കാരണം അത് വ്യത്യസ്ത ഇമാമിങ്ങളുടെ റിവായത്ത് ചെയ്യപ്പെട്ടാണ്. ഇവിടെ മിക്സിംഗ് ഇല്ല തരീഖയിൽ. പക്ഷേ ഒന്നും മറ്റ് തെറ്റ് എന്നല്ല. ഗൂഗിൾ മാപ്സ് എന്താണ് പറഞ്ഞത്? യു ഹാവ് എ ബെറ്റർ ഓപ്ഷൻ, യു ഹാവ് ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. അതായത്
ഇതാണ് ഏറ്റവും മുഅത്തമദായ അഭിപ്രായം എന്ന ഇമാമികൾ പറയുക. ഏറ്റവും പ്രബലമായത്, ഏറ്റവും നല്ലത് ഇതാന്നുള്ളതാണ്. അതിനാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറയും. ഓക്കെ, ഇത് തരീഖകളാണ്. എന്തു പറഞ്ഞാലും സിറാത്ത് അത് അള്ളാഹുവിൻ്റെ ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വഴി ചോദിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കുന്നവരാണ്. നിങ്ങൾ എന്ത് ചോദിച്ച് തന്നിട്ടില്ലെങ്കിലും വഴി അവനോട് ചോദിച്ചാൽ തീർച്ചയായും അത് അവൻ ആർക്കും കാണിച്ചു തരും. പിന്നെ അകത്തുള്ള GPS, ഗോഡ്സ് പൊസിഷനിങ് സിസ്റ്റം, അത് നമ്മളെ ഹൃദയമാണ്. വേറെ രീതി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 100 റിയാൽ അല്ലെങ്കിൽ 100 റുപ്യ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കണം. അള്ളാഹുവിൻ്റെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആ ഫിത്രത്തിൽ അണ്ടർസ്റ്റുഡ് ആണെന്ത് എന്തൊക്കെ അള്ളാഹു, അതായത് അതിൽ തരീഖകൾ, ശറഇൽ അനുവദിച്ച മാർഗ്ഗങ്ങൾ, അത് നമ്മൾ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരും. അതായത് യതീംഖാനക്ക് കൊടുക്കാം, മിസ്കീന് കൊടുക്കാം, ഭക്ഷണമാക്കി കൊടുക്കാം, ഹറാമായ ഭക്ഷണം കൊടുത്തുവിടാം. അപ്പോൾ പിന്നെ ശറഇൽ അനുവദിച്ച പല വഴികളും നിങ്ങളെ മുമ്പിലുണ്ട്. പക്ഷേ ഇഖ്ലാസ് ആ സിറാത്തിലുള്ളതാണ്, അതിൽ വിട്ടുവീഴ്ചയില്ല. അതാരും നിങ്ങൾ എന്ത് രീതിയിൽ 100 കൊടുത്താൽ 1000 കൊടുത്താൽ 1 റിയാൽ കൊടുത്താൽ നീയത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നുള്ള ഫോർമുല മാറുന്നില്ല. പിന്നെ ഹലാലായിരിക്കണം. ഏതെങ്കിലും കട്ടതും പിടിച്ചും പൈസ കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അതവർ സ്വീകാര്യമല്ല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ല തയ്യിബ്. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഹൈവേ, മെയിൻ ഹൈവേ, അത് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് അസ്സിറാത്ത് എന്നുള്ളതാണ്. ഇതിൽ പ്ലൂരലില്ല, ജംഇല്ല. ഖുർആൻ അവിടെ ഇവിടെ മിക്സ് ചെയ്യുന്നില്ല. സിറാത്ത് എന്നുള്ളതിന് മാത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ ഉദാഹരണത്തിന് വാനി അബുദൂനി ഹാദാ സിറാത്ത് മുസ്തഖീം, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്ത് മുസ്തഖീം. ഇനി ഓപ്പോസിറ്റ് ട്രെയിൻ ഉണ്ട് കാസർഗോഡ് നിന്ന് അങ്ങോട്ട്, അതായത് മുംബൈ ഭാഗത്തേക്കുള്ള ട്രെയിൻ. അത് നേരെ ഇത് എന്താണ്, ഇപ്പോൾ ഇത് വാനി അബുദൂനി ആണെങ്കിൽ അങ്ങോട്ടുള്ളതോ വഹ്ശറുല്ലദീന ളലമു അസ്വാജുഹും മാ കാനൂ യഅബുദൂന മിൻ ദൂനില്ലാഹി ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം. സിറാത്തിൽ ജഹീമിലേക്ക് പറഞ്ഞത് യഅബുദൂന മിൻ ദൂനില്ലാഹ്, അവനെ പുറമെ വഴിപ്പെട്ടവർ, അവനെ പുറമെ ആരാധ്യരെ സ്വീകരിച്ചവർ, അവരുടെ വഴി അങ്ങോട്ടുള്ളതാണ്, അവരുടെ തരീഖ അങ്ങോട്ടുള്ളതാണ്, അവരുടെ സബീലും ഓപ്പോസിറ്റാണ്. നേരെ എല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ റബ്ബിൻ്റെ വഴിയിലേക്ക് നടക്കുന്നവരാക്കുക, അതിലേക്ക് ചേർക്കുന്നവരാക്കുക. അതാണ് നമ്മളെ പരിശ്രമം, അതാണ്. കാരണം എത്തിക്കുന്ന അവനാണ്. കാരണം ഇത് അകത്തുനിന്ന് ഓരോരുത്തരും അവരുടെ ആ GPS അത് ഓഫ് മോഡ് അത് ഓണാക്കിയിട്ട് ആ വഴിയിലൂടെ അവനവൻ നടക്കണം. പിന്നെ ഇതിൻ്റെ അറ്റമില്ലാത്ത മാർഗ്ഗങ്ങളാണ്, വഴികളാണ്. ആ ഒരു സ്റ്റെപ്പ് വെക്കുന്നതോടുകൂടി തന്നെ എന്താണ്, അവൻ റബ്ബിൻ്റെ വഴിയിലാണ്. ആ വഴിയിലായി മരിച്ചാൽ എന്താണ്, അവൻ അവിടെ തന്നെയാണ്. ഉദാഹരണത്തിന് അലിഫ് ബാത്ത പഠിക്കാൻ ഒരാൾ ഖുർആൻ ഹാഫിളാണെന്ന നിയ്യത്തിലിറങ്ങി. അപ്പോൾ ആദ്യത്തെ നാണ് അലിഫ് ബാത്ത പഠിക്കുന്നതിനിടയ്ക്ക് അവൻ മരണമടഞ്ഞാൽ എന്താണ്, അവൻ ഹാഫിദീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും എന്നുള്ളതാണ്. ഒരാൾ ഹജ്ജിൻ്റെ വഴിയിൽ ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. اللهم اجعلنا هداة مهتدين غير ضالين ولا مضلين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم ارزقنا حبك وحب من يحبك وحب كل عمل يقربنا إلى حبك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.